ഹലോ നമസ്കാരം. ഞാൻ എൻ.എ. തോമസ് പുതിയൊരു വേക്കൻസിയുടെ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. അപ്പം ഇത് തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം പറയുവാനുള്ളത്, പലരും എന്നോട് ഞാൻ ഇതിനു മുന്നേ 2-3 വീഡിയോ ഇട്ടിരുന്ന വേക്കൻസിയുടെ, കേരളത്തിൽ ഞാൻ ആരെയും കണ്ടിട്ടില്ല ഇത് കണക്ക് വേക്കൻസിയുടെ വീഡിയോ ഇടുന്നവർ. പലരും ഫോണിൽ കൂടെ ഇത്രയും പൈസ സമ്പാദിക്ക്, പാർട്ട് ടൈം ചെയ്, അല്ലെങ്കിൽ ഓൺലൈൻ ജോബ് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അതൊക്കെ എനിക്ക് തോന്നുന്നു അത്ര ശരിയല്ലെന്ന് തോന്നുന്നു. ഞാനത് ടെസ്റ്റ് ചെയ്തിട്ടില്ല. അതല്ലാതെ ഇങ്ങനെ ഓരോ കമ്പനികളുടെ അല്ലെങ്കിൽ ബാങ്കിന്റെ ഒക്കെ ഇങ്ങനെയുള്ള വേക്കൻസി ആയിട്ട് വരുന്നത് ഞാൻ മാത്രമേ ഉള്ളെന്ന് യൂട്യൂബിൽ ഞാൻ സെർച്ച് ചെയ്തിട്ട് ഞാൻ ഇതുവരെ ആരെയും കണ്ടിട്ടില്ല. മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഉണ്ട്, ഇമ്മീഡിയറ്റ് പൈസ കിട്ടും, 1 ലക്ഷം രൂപ ഞാൻ മൂവി കണ്ടുണ്ടാക്കി, 1 ലക്ഷം രൂപ കൂടുതൽ ഞാൻ ഫോണിൽ കൂടെ കളിച്ച്, ഞാൻ ഫോണിൽ ഗെയിം കളിച്ച് എനിക്ക് കിട്ടി എന്നൊക്കെ പറഞ്ഞുള്ള കള്ളത്തരങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നത്. അത്രയും. പക്ഷെ ഇത് കണക്കുള്ള വീഡിയോ ഞാൻ ഇത് കഴിഞ്ഞു. അപ്പൊ ഞാൻ ഈ 1-2 വീഡിയോ മുന്നേ ഇട്ടിരുന്നു. അപ്പോഴൊക്കെ ഇത് ഓഡിയൻസ് പറയുന്നത് 10-നും 12-നും, അതായത് 10 ജയിച്ചവർക്കും 12 ജയിച്ചവർക്കും ഉള്ള കാര്യങ്ങൾ നിങ്ങൾ ഇതിനു മുന്നേ ഇട്ട വീഡിയോയിലും ഉണ്ടായിരുന്നു. പക്ഷെ അത് സെർച്ച് ചെയ്യണം. അതായത് പലർക്കും സംശയം എന്ന് പറയുന്നത്, അവിടെ ഇപ്പൊ ഇവരുടെ വെബ്സൈറ്റിൽ, അതായത് കമ്പനിക്കാരല്ലെങ്കിൽ ബാങ്കുകാർ അവരുടെ വെബ്സൈറ്റിൽ ഈ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക്, അവരതിന്റെ നോട്ടിഫിക്കേഷൻ കൊടുക്കുമ്പോഴത്തേക്ക് അതൊക്കെ വലിയ വലിയ രീതിയിലുള്ള പോസ്റ്റുകളായിട്ടാണ് കൊടുക്കുന്ന. AOS അല്ലെങ്കിൽ മറ്റുള്ള അങ്ങനെയുള്ള പേരുകളൊക്കെ പറഞ്ഞോട്ടാ. പക്ഷെ അതിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്, അത് ഒരു കാറ്റഗറി കുറഞ്ഞ ഒരു 12-ലും 10-ലും ഒക്കെ ഇത് പഠിക്കുന്ന അല്ലെങ്കിൽ ജയിച്ചവർക്ക്, പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്ന ഒരു കാര്യമാണ്. അതിനകത്ത് നമുക്ക് അപ്ലൈ ചെയ്യാം. എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഒരു കൂടിയ ഗ്രേഡ് ഉള്ള ഒരു ജോലിയല്ല. അത് ഈ അണ്ടർ ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ ഇത് 10-നും 12-നും ഒക്കെ തൊട്ട് ഉള്ളവർക്ക് അപ്പം. പക്ഷെ അത് പലർക്കും പിടികിട്ടിയിട്ടില്ല. അതാ ഞാൻ പറഞ്ഞ ഇങ്ങനെയുള്ള വീഡിയോ ഒന്നും അധികം മലയാളത്തിൽ ഉണ്ടായിട്ടില്ലെന്ന്. അപ്പം ഇന്ന് ഇതിനൊക്കെ പകരമായിട്ട് അതിനെ ഞാൻ സെർച്ച് ചെയ്തുകൊണ്ട് ഇന്നൊരു പുതിയ സംഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. റിലയൻസ് റീറ്റെയിലിന്റെയാണ് ഇത്. നിങ്ങൾക്ക് വളരെ നമ്മൾക്കെല്ലാം അറിയാവുന്ന ഒരു കമ്പനിയാണ് റിലയൻസ് റീറ്റെയിൽ. ഇതിനകത്ത് വേക്കൻസി ഉണ്ട് 6500 പ്ലസ്, 6500-ൽ കൂടുതൽ വേക്കൻസികളുണ്ട്. അപ്പം റിലയൻസിന്റെ ഇതിന്റെ ഈ കാര്യങ്ങളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. അപ്പം നമുക്ക് ആദ്യം തൊട്ട് തുടങ്ങാം. റിലയൻസ് റീറ്റെയിൽ റിക്രൂട്ട്മെന്റ് ഇതാണ്. റിലയൻസ് റീറ്റെയിൽ റിക്രൂട്ട്മെന്റ് 2024. റിലയൻസ് റീറ്റെയിൽ 6500 ന്യൂ വേക്കൻസി 2024 എന്നുള്ള ഈ ഒരു വെബ്സൈറ്റിലാണ്. നിങ്ങൾക്ക് ആരെങ്കിലും, നിങ്ങൾക്ക് ഇനി ഇത് ഞാൻ സംശയമുണ്ട്, ഇത് അവരുടെ റിലയൻസിന്റെ നോട്ടിഫിക്കേഷൻ നിന്നാണോ ഞാൻ ഇത് ഇട്ടത്, അല്ലെ ഞാൻ തന്നെ ഉണ്ടാക്കി ഇട്ട, അതല്ല, നിങ്ങൾക്ക് ആരെങ്കിലും എനിക്ക് കമന്റ് ചെയ്താൽ മതി. ഞങ്ങൾക്ക് റിലയൻസിന്റെ നോട്ടിഫിക്കേഷൻ വേണമെന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാൻ തയ്യാറാണ്. അത് സംശയിക്കൽ കാര്യം. നിങ്ങൾ ഇത് നമുക്ക് അറിയാൻ മേലാത്ത കാര്യങ്ങൾ നിങ്ങൾ ഒരുപക്ഷെ അറിഞ്ഞു കാണത്തില്ല, റിലയൻസിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. അപ്പം എൻ്റെ ഒരു വിചാരം, കേരളത്തിലുള്ള ഒരു ആൾക്കാർ ഇത് കാണുവാനും അവർക്ക് ജോബ് ഇഷ്ടപ്പെട്ടെങ്കിൽ, അവർക്ക് പറ്റിയ ജോബ് ഇതിനകത്തുണ്ടെങ്കിൽ അവർക്ക് അപേക്ഷിക്കുവാനും പറ്റും. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഓർഗനൈസേഷൻ റിലയൻസ് റീറ്റെയിൽ. പിന്നെ അതിനകത്ത് പറയുന്നത് പോസ്റ്റ് 6500 പ്ലസ്, 6500 പ്ലസ്, ക്വാളിഫിക്കേഷൻ 10th 12th ആൻഡ് ഗ്രാജുവേറ്റ്. ഞാൻ നോക്കി, ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ കമന്റ് വന്നുകൊണ്ട് ഞാൻ വീഡിയോയിൽ പോയി നോക്കി. നിങ്ങൾക്ക് 10-ലും 12-ലും ഒക്കെ ഇത് ചെയ്യുന്നവർക്ക് അപേക്ഷിക്കാൻ പറ്റിയതാണ്. സെലക്ഷൻ പ്രോസസ്, ഇന്റർവ്യൂ ആൻഡ് DV, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, DV. ഇനിയുള്ളത് ഓൺലൈൻ അപ്ലൈ ഡേറ്റ് 1 ഡിസംബർ തൊട്ട് ഇതിന്റെ അപ്ലൈ തുടങ്ങിയതാണ്. ഇത് 8 ജാനുവരി വരെ ഇത് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾ 8 ജാനുവരി വരെ ഇതിന് സമയമുണ്ട്, നിങ്ങൾക്ക് ഇതിൽ അപേക്ഷിക്കാൻ പറ്റും. 1 ഡിസംബറിൽ തുടങ്ങിയാണ്, 8 ജാനുവരി വരെ നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കാൻ പറ്റും. ഇത് നമുക്ക് നെയിം ഓഫ് ദ പോസ്റ്റ്, ഇതിൽ ഏതൊക്കെ പോസ്റ്റുകളാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുക, നിങ്ങൾ തന്നെ നിങ്ങളുടെ പോസ്റ്റുകൾ തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് പറ്റിയ CSA, അതായത് കസ്റ്റമർ സർവീസ് അസോസിയേറ്റഡ്, കാഷ്യർ, ഗ്രീറ്റർ, സ്റ്റോർ മാനേജർ, ട്രെയിനി മാനേജർ, അസിസ്റ്റന്റ് മാനേജർ,
അതേഴ്സ് പിന്നെയും ഉണ്ട്. ഇതെല്ലാം കൂടാതെ പിന്നെയും വേക്കൻസി ഉണ്ട്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ കുറഞ്ഞ യോഗ്യതയുള്ളവർക്ക് പറ്റിയ ഒരു, അതായത് കുറഞ്ഞ, ചിലർ പറയും ഞാൻ 10ാം ക്ലാസ്സിൽ പാസ്സായിട്ടുള്ളൂ സാറേ, അതിൻ്റെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് നമുക്ക് കസ്റ്റമർ സർവീസ് അസോസിയേറ്റഡ്, കാഷ്യർ ഉണ്ട്, ഗ്രീറ്റർ ഉണ്ട്, കസ്റ്റമർ സർവീസ് 2 പ്രാവശ്യം വന്ന്, സ്റ്റോർ മാനേജർ ഉണ്ട്, ട്രെയിനി മാനേജർ ഉണ്ട്, അസിസ്റ്റന്റ് മാനേജർ ഉണ്ട്, അതേഴ്സ് ഉണ്ട്. അപ്പൊ ഇത്രയും പോസ്റ്റുകളുണ്ട്. ഇത് കൂടാതെയും പോസ്റ്റുകളുണ്ട്. അത് നിങ്ങൾക്ക് ഓൺലൈൻ അപ്ലൈ ചെയ്യാൻ ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് മനസ്സിലാവും. ഇനി എലിജിബിലിറ്റി ക്രൈറ്റീരിയയെ പറ്റി പറയുകയാണ്. അതായത് ഏജ് ലിമിറ്റ് എന്ന് പറയുന്ന കാൻഡിഡേറ്റ് ഷുഡ് ബി ബിറ്റ്വീൻ 18 to 40 years as on the last date of application. അതായത് ഈ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന, അതായത് 8 ജനുവരിയാ പറഞ്ഞെന്ന് തോന്നുന്നു അല്ലെ, 8 ജനുവരി വരെ നിങ്ങൾ 18 വയസ്സിൽ കൂടുതലുള്ളവരായിരിക്കണം. 40 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിച്ച്, 40 വയസ്സിൽ കുറവുള്ളവരല്ല, 40 വയസ്സ്, 18 വയസ്സിൽ കൂടുതലുള്ളവരായിരിക്കണം. 40 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിനകത്ത് 18 തൊട്ട് 40 വരെയാണ് ഏജിന്റെ ഇതിനകത്ത് ഫാക്ട് പറയുന്നത്. ഇനി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് കാൻഡിഡേറ്റ് ഷുഡ് ബി പാസ്ഡ് ആസ് പെർ നോട്ടിഫിക്കേഷൻ ആൻഡ് സ്പെസിഫിക് പോസ്റ്റ്. ഏത് പോസ്റ്റാണ് നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നതോ ആ കാൻഡിഡേറ്റ് ഷുഡ് ബി പാസ്ഡ് ആസ് പെർ നോട്ടിഫിക്കേഷൻ ആൻഡ് സ്പെസിഫിക് പോസ്റ്റ്. നിങ്ങൾ ഏത് പോസ്റ്റിന് വേണ്ടിയാണോ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പോസ്റ്റിൽ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ നേരം അതിന്റെ ഇത് ക്വാളിഫിക്കേഷൻ പറയും. ജനറലായിട്ട് 10ഉം 12ഉം ഗ്രാജുവേറ്റുക. അപ്പം ആ പറയുന്ന പോസ്റ്റിനുള്ള ഇത് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതായത് 10ാം ക്ലാസ് ജയിച്ച ഒരാൾ, ഇപ്പൊ ഇവിടെ പറയുന്നുണ്ട് 10, 12 ഗ്രാജുവേറ്റ്. അപ്പം 10ാം ക്ലാസ് ജയിച്ച ഒരാൾ അവിടെ പോയി മാനേജറിന്റെ പോസ്റ്റിന് അപേക്ഷിച്ച ഒരുപക്ഷെ കിട്ടത്തില്ല, അത് റിജക്ട് ആകത്തേ ഉള്ളൂ. അപ്പൊ അതാണ് പറയുന്നത്, നിങ്ങൾ സെലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ ചോയ്സ് ചെയ്യുന്ന ആ പോസ്റ്റിന് നിങ്ങളുടെ ക്വാളിഫിക്കേഷനുമായിട്ട് ഒത്തുനോക്കിയല്ലേ നിങ്ങൾ ഇത് ചെയ്യുന്നത്, അപ്പം സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ആ പോസ്റ്റിന് അനുയോജ്യമായ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. എക്സാമിനേഷൻ ഫ്രം ദ ബോർഡ് ഓഫ് യൂണിവേഴ്സിറ്റി റിക്കഗ്നൈസ്ഡ് ബൈ ദ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ്. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമുക്ക് സർട്ടിഫിക്കറ്റ് തരുന്ന സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ. ഇനി പേ സ്കെയില്, എക്സ്പെക്റ്റഡ് പേ സ്കെയില ഓരോ സസ്യക്കും അല്ലെങ്കിൽ ഓരോ പോസ്റ്റിനും വെവ്വേറെയാണ്, പലതരത്തിലുള്ള ഇതാണ്. എങ്കിലും ഒരു എക്സ്പെക്ടേഷൻ പറയുകയാണ് 19,500 തൊട്ട് 29,400 വരെ ഇതിനകത്ത് ശമ്പളം നമുക്ക് കിട്ടും. ഇത് എക്സ്പെക്ടേഷൻ ആണ്. ഓരോ പോസ്റ്റിനും അനുസരിച്ച് അതിന്റെ കൂടിയും കുറഞ്ഞും. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. ഇനി സെലക്ഷൻ പ്രോസസ്സ്, 2 കാര്യങ്ങളിലൂടെയാണ് സെലക്ഷൻ പ്രോസസ്സ്. നിങ്ങളെ ഇന്റർവ്യൂ നടത്തും, പിന്നെ ഡോക്യുമെന്റ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഡോക്യുമെന്റ് ചെക്ക് ചെയ്യും. അങ്ങനെയാണ് അത് സെലക്ഷൻ പ്രോസസ്സ് നടത്തുന്നത്. ഇനി ആപ്ലിക്കേഷൻ ഫീ, നിങ്ങൾ ഏത് കാറ്റഗറി ആയിക്കോട്ടെ, SC ആയിക്കോട്ടെ, ST ആയിക്കോട്ടെ, OBC ആയിക്കോട്ടെ, EW എന്തെങ്കിലും ആയിക്കോട്ടെ, ആർക്കും ഒരു പൈസ പോലും ഇതിന് അപ്ലൈ ചെയ്യുന്നതിന് കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് തന്നെ, ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന കണക്ക് തന്നെ നിങ്ങൾക്ക് തന്നെ വീട്ടിലിരുന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ, സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് ശ്രദ്ധിക്കുക. അപ്പം നിങ്ങളൊരു വീഡിയോ ഇപ്പൊ ഇത് കാണുന്നത് കൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും വീട്ടിൽ ഇരുന്ന് തന്നെ, ആരുടെ പുറകെ പോകേണ്ട കാര്യമില്ല. ഇനി ചോദിക്കുന്നത് ഹൗ ടു അപ്ലൈ. എലിജിബിൾ കാൻഡിഡേറ്റ് മേ അപ്ലൈ ഓൺലൈൻ അറ്റ് ദ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്, അതായത് 10, 12 ഗ്രാജുവേറ്റ് പാസ്സായിട്ടുള്ളവർ, ഈ eligible candidate may apply online at the official website on or before the last date and fill out the application form as per the ഗൈഡൻസ് ഗീവൺ ഇൻ ദ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. ആ നോട്ടിഫിക്കേഷനിൽ തന്നിരിക്കുന്ന അനുസരിച്ച് നിങ്ങൾ ഈ പർട്ടിക്കുലർ ഡേറ്റിന്റെ, അതായത് അവസാന ഡേറ്റ്, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള അവസാന ഡേറ്റിന് മുന്നേ നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റാണ്. ആഫ്റ്റർ സക്സസ്ഫുൾ സബ്മിഷൻ പ്ലീസ് ടേക്ക് എ പ്രിന്റ് ഔട്ട് ഓഫ് ദ ആപ്ലിക്കേഷൻ ഫ്രം റൈറ്റ് യുവർ ഡീറ്റെയിൽ. അതായത് ആപ്ലിക്കേഷൻ ഇത് ചെയ്തു കഴിഞ്ഞ് നിങ്ങൾ അതിന്റെ ഒരു അതിന് വലിയ കാര്യമൊന്നുമില്ല. റൈറ്റ് യുവർ ഡീറ്റെയിൽ. ആ ഡീറ്റെയിൽ എന്നാണെന്ന് വെച്ചാൽ നമ്മൾ സൂക്ഷിക്കണമെന്നാണ് പറയുന്നത്. അത് നമുക്കറിയാമല്ലോ, നമ്മൾ കൊടുക്കുമ്പോൾ നമുക്കറിയാമല്ലോ എന്നൊക്കെ നമ്മൾ കൊടുത്തെന്ന്. അപ്പം ഇങ്ങനെയാണ് ഇത് അപേക്ഷിക്കുന്നത്. ഇനി നമുക്ക് ഇതെങ്ങനെയാ ആപ്ലിക്കേഷൻ അപേക്ഷിക്കുന്നതെന്ന് നോക്കാം. അപ്പം ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ, വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇതിൻ്റെ ലിങ്ക്. നിങ്ങൾക്ക് ഇത്
ഇതിൻ്റെ വെബ്സൈറ്റ് ഒഫീഷ്യൽ ഇവരുടെ റിലയൻസ് റീറ്റെയിലിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകുവാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ചെന്ന് അവിടുന്ന് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് പോയാൽ മതി. അപ്പം നിങ്ങൾക്ക് അവിടുന്ന് പോകുമ്പോഴത്തേക്ക് ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ഈ ഒരു പേജിലായിരിക്കും നിങ്ങൾ ചെല്ലുന്നത്. അത് ശ്രദ്ധിച്ചോണം. അല്ലാതെ മറ്റുള്ള കള്ളത്തരത്തിലുള്ള വെബ്സൈറ്റുകളുമുണ്ട്. അപ്പോൾ അതിൽ പോകാതെ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ താഴോട്ട് വന്ന ഇവിടെ നിങ്ങൾക്ക് അതായത് ഓരോ ലൊക്കേഷൻ അനുസരിച്ചുള്ള, ഇപ്പം ലക്നൗ ഉത്തർപ്രദേശ്, കന്നഞ്ഞു ഉത്തർപ്രദേശ്, അരുണ്യ ഉത്തർപ്രദേശ് അങ്ങനെ ഇവിടെ നിങ്ങൾക്ക് ഓരോ ലൊക്കേഷൻ അനുസരിച്ചുള്ള ഇത് നിങ്ങൾക്ക് ഇവിടുന്ന് ലൊക്കേഷനിൽ പോയി അവിടെ പോയി നിങ്ങൾക്ക് ഇവിടുന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഞാനിവിടെ ശ്രദ്ധിച്ച് നമ്മൾ സെർച്ച്, ഇനി ഇവിടെ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ, ഇവിടെ ഓരോന്ന് നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ സെർച്ചിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഓരോ ഇതിൻ്റെ വന്നുകൊണ്ടിരിക്കും. കണ്ട ഇവിടെ ഇങ്ങനെ ഇവിടെ നിങ്ങൾക്ക് സെലക്ട് പോവുക. അപ്പൊ ഇവിടെ നിങ്ങൾ ലൊക്കേഷൻ എടുത്തിട്ട് ഇവിടെ ഇപ്പം കേരളത്തിന്റെ ആണെങ്കിൽ കേരള ഞാൻ നോക്കി, ഇവിടെ കേരളത്തിന്റെ ഒന്നും വരുന്നില്ല. അപ്പോഴത്തേക്ക് കേരളത്തിൽ നമുക്ക് ഇതിന്റെ വേക്കൻസി ഇല്ലെന്നുള്ള കാര്യം ഞാൻ ആദ്യം പറഞ്ഞോട്ടെ. പിന്നെ ഇത് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ട്. ഇപ്പൊ ഉത്തർപ്രദേശിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങൾക്ക് ഇതിപ്പോ ഉത്തർപ്രദേശിനെയാണ് നമ്മൾ നോക്കുന്നത്, കേരളത്തിന്റെ ഒന്നും ഞാൻ കണ്ടില്ല. അപ്പം ഈ ഒരു വേണ്ടി നിങ്ങളുടെ ആരെങ്കിലും കേരളത്തിന് പുറത്ത്, തമിഴ്നാട്ടിലും ഇല്ല, അത് ഞാൻ നോക്കി, കേരളത്തിനും തമിഴ്നാടിനും പുറത്ത് നിങ്ങൾക്ക് സെറ്റിലാകാൻ പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് അവിടെ പോയി ഇത് ജോലി ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ ഇത് അപേക്ഷിക്കാവുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യില്ല. നിങ്ങളുടെ ആരെങ്കിലും ബ്രദർ അവിടെ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റർ ഉണ്ട്, നിങ്ങളുടെ റിലേഷനിൽപ്പെട്ട ആരെങ്കിലും ഉണ്ട്, അവിടെ പോയി നിങ്ങൾ ഇന്റർവ്യൂ ചെയ്ത് അവിടെ ജോലി ചെയ്താൽ നിങ്ങൾക്ക് സൂട്ടബിൾ ആണ് എന്ന കാര്യം നിങ്ങൾക്ക് തീർച്ചപ്പെടുത്തി, അല്ലെങ്കിൽ പിന്നെ കേരളത്തിൽ ജോലി ഇല്ലാതിരിക്കുന്നതുകൊണ്ട് ഞാൻ എവിടെങ്കിലും പോയി ജോലി ചെയ്തോളാം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾ അപ്ലൈ ചെയ്യാവുള്ളൂ. അപ്പൊ നിങ്ങൾ അതനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ലൊക്കേഷൻ തിരഞ്ഞെടുക്കുക. ഇത് ഫറൂഖാബാദ്, ഇത് ലക്നൗ, ഇത് ഫറൂഖാബാദ്. അപ്പം ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ കേരളത്തിൽ ഒരു വേക്കൻസി ഉണ്ടെന്ന് വെച്ച് നിങ്ങൾ സെർച്ച് ചെയ്യൽ നിങ്ങളുടെ ടൈം പോകും. നിങ്ങൾ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ, കേരളവും തമിഴ്നാട് ഒഴിച്ച് വേറെ ഏതെങ്കിലും സ്റ്റേറ്റ് നിങ്ങൾ അപ്ലൈ ചെയ്ത് നിങ്ങൾ അവിടെ പോയി ജോലി ചെയ്യാൻ, റിലയൻസിനോട് ചേർന്ന് ജോലി ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ അപ്ലൈ ചെയ്യാവുള്ളൂ. അപ്പോൾ അവസാനമായിട്ട് ഞാൻ എങ്ങനെ ഇത് അപ്ലൈ ചെയ്യുന്നത്, നമ്മൾ ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ വേക്കൻസി കോഡിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം. വേക്കൻസി കോഡിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് പറയും. ഈ അപ്ലൈ നൗ ക്ലിക്ക് ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് നേരത്തെ റിലയൻസിന്റെ ഏതെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എക്സിറ്റ്, അതിനകത്ത് ചിലപ്പോൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി വെച്ച് നിങ്ങൾ യൂസർ ആയിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സിറ്റിംഗ് യൂസറിൽ ക്ലിക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ ന്യൂ യൂസറിൽ, ഞാനിപ്പോൾ ന്യൂ യൂസറിൽ ക്ലിക്ക് ചെയ്യുകയാണ്. നിങ്ങളുടെ ഏതാ യൂസർ ഐ ഡി നിങ്ങൾ വെക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ യൂസർ ഐ ഡി കൊടുക്കണം, പിന്നെ ഇമെയിൽ കൊടുക്കണം, പിന്നെ പാസ്വേഡ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പാസ്വേഡ്, അത് കണക്ക് തന്നെ പാസ്വേഡ് നിങ്ങൾ കൊടുക്കണം. ഇത് ഓരോ ഘട്ടമായിട്ടാണ് ഇതിൻ്റെ. ഇപ്പം രജിസ്ട്രേഷൻ പ്രൊസീജിയറാണ് നിങ്ങളുടെ ഇത് നടക്കുന്നത്. രജിസ്ട്രേഷൻ പ്രൊസീജിയർ ഇത് ഇത്രയും കൊടുത്ത് ഞാൻ അത്രയും ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത്രയും കൂടെ ടൈം ആയതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. പിന്നെ പേഴ്സണൽ ഇൻഫോർമേഷൻ, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, നാഷണാലിറ്റി, സ്റ്റേറ്റ്, സിറ്റി, മൊബൈൽ നമ്പർ, അൾട്ടർനേറ്റീവ് നമ്പർ, ഇതിങ്ങനെ കൊടുക്കണം. അത് കഴിഞ്ഞ് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽ, എഡ്യൂക്കേഷൻ ലെവൽ എന്താണ്, എഡ്യൂക്കേഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് ഏതാണ്, എഡ്യൂക്കേഷൻ കോഴ്സ് ഏതാണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ്, പാസിംഗ് ഡേറ്റ്, ഇത്രയും ഇവിടെ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് എക്സ്പീരിയൻസ് ഏതാണ്, ഓർഗനൈസേഷൻ ഏതാണ്, ഇൻഡസ്ട്രി ഏതാണ്, ജോബ് റോൾ എന്തായിരുന്നു, ടോട്ടൽ എക്സ്പീരിയൻസ് എന്താണ്, കൺട്രി ഏതായിരുന്നു, സ്റ്റേറ്റ് ഏത്, സിറ്റി ഏതായിരുന്നു. ഇത്രയും കൊടുത്തിട്ട് നിങ്ങൾ വന്നിട്ട് നിങ്ങൾ ഇവിടെ ബില്ലിംഗ് ടു റീഅലോക്കേറ്റ്, നിങ്ങൾ അതായത് ഇനിയിപ്പം നമ്മൾ ഒരു പോസ്റ്റിൽ നമ്മൾ അപ്ലൈ ചെയ്ത് ആ പോസ്റ്റിൽ ആ ഒരു സ്ഥലത്ത് നമുക്ക് വേക്കൻസി അല്ലെങ്കിൽ റിലയൻസുകാർ വേറെ എവിടെയെങ്കിലും വേക്കൻസി ഉണ്ടെങ്കിൽ നമുക്ക് അതിന് താല്പര്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ യെസ് ചെയ്യണം, ഇല്ലെങ്കിൽ നോ ചെയ്യണം. ഞാനിപ്പോൾ യെസിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടുന്ന് ഇവിടെ നിങ്ങളുടെ റെസ്യൂം എവിടെ ആണെങ്കിൽ അത് നിങ്ങൾ റെസ്യൂം ഇത് CV നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്തിട്ട് പിന്നെ ഈ രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്യണം. രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ രജിസ്റ്റർ ആകും. അവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിന്റെ പ്രൊസീജിയർ. അപ്പം പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ നിങ്ങൾ കാത്തിരിക്കുക. അടുത്ത ദിവസം പുതിയ വീഡിയോകളുമായിട്ട് വരും.
അപ്പം ഏതെങ്കിലും ഇപ്പൊ നമുക്ക് ഞാൻ പലരും ഇടുന്ന വീഡിയോ കാണുന്നുണ്ട്. ചിലപ്പം കണ്ടു കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഇഷ്ടമില്ല, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന പോസ്റ്റ് ഇതിനകത്ത് കാണത്തില്ല. അപ്പൊ പക്ഷെ വീണ്ടും ഞാൻ ഒരിക്കലും അങ്ങനെയുള്ളവരുടെ ഇത് വീഡിയോ കാണാതിരിക്കത്തില്ല. കാര്യം നമുക്ക് അനുയോജ്യമായ ഒരു നാളത്തെ ഒരു പോസ്റ്റ് വന്നാൽ നമ്മൾ അത് അപ്ലൈ ചെയ്യാനുള്ള ഒരു സാഹചര്യം വെക്കും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് നമ്മളെ അറിയിക്കുന്നവരെ തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ദയവായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്.